എത്ര സുരക്ഷയോടുകൂടി നടത്തിയാലും ഇത്ര അപകടം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു അന്വേഷണം വേണം. ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം വളരെ അല്ല, ഇത് വിദഗ്ധമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായ മന്ത്രി എന്ന നിലയിൽ പല പൂരങ്ങളും നടത്തിയിട്ടുള്ള താങ്കൾക്ക് ഇതിന്റെ ഒരു ന്യൂവാൻസസ് ഒക്കെ അറിയാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എന്തെല്ലാം സാധ്യതകൾ ഇതിനകത്ത് പ്രിക്കോഷൻസ് ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ ഐസൊലേറ്റ് ചെയ്ത സ്ഥലത്ത് ആളുകൾ താമസമില്ലാത്ത സ്ഥലം നോക്കി തിരഞ്ഞെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യസഹജമായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണോ, അതല്ല അതിഭീകരമായ ചൂടുള്ള സമയത്ത് കരിമരുന്നിനൊക്കെ ഉണ്ടാകുന്ന സ്പാർക്കിംഗ് മൂലം സംഭവിച്ചാണോ, അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് മഹാദുരന്തമായി നമ്മുടെ മുമ്പിലേക്ക് ഇത് വന്നു കഴിഞ്ഞിരിക്കുക. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം പൂരത്തിന് മുമ്പുണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. പൂരത്തിൻ്റെ കൊടിയേറ്റം ഇന്നലെ വളരെ ഗംഭീരമായി നടന്നു. ഇനി ബാക്കി ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ചിത്രം പോലും നമ്മുടെ മുമ്പില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിർമ്മാണ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും മികച്ച നിലയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുന്നു നമ്മളാരും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി അത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ മരിച്ചിരിക്കുന്ന തൊഴിലാളികളാണ്, പാവപ്പെട്ട തൊഴിലാളികളാണ്. ഈ സതീശനും മരണം സംഭവിച്ചില്ലെങ്കിലും 100% പൊള്ളലേറ്റിരിക്കുകയാണ് സതീശൻ അടക്കമുള്ള ആൾക്ക്. മാത്രമല്ല വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഗിരീഷ് പിന്നെ ഹരി എന്ന് പറയുന്ന 2 ചേട്ടനാനിയന്മാരുണ്ട്. അതിലൊരാൾ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് പരിക്ക് പറ്റിയൊന്നും എനിക്കറിയില്ല. ഏതായാലും അല്ല, ഗിരിയും ഹരി എന്ന് പറഞ്ഞാൽ ഈ വെടിക്കെട്ടിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ദേവസ്വത്തിൻ്റെ നിങ്ങൾക്കൊക്കെ അറിയാം, മീഡിയ പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ അതിലൊരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ദുഃഖം ഉണ്ടാക്കും. നേരിട്ട് തന്നെ അറിയുന്ന ഇപ്പോൾ ഈ സതീശനാണെങ്കിൽ നമുക്കൊക്കെ നേരിട്ട് അറിയുന്ന പ്രവർത്തകരാണ്. അപ്പോൾ ഈ വെടിക്കെട്ട് നിർമ്മാണത്തിൻ്റെ റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഭീകരമായൊരു സംഗതി ഉണ്ടായത് അത്യന്തം എന്താ പറയുക, ദുഃഖകരമായൊരു കാര്യമാണ്. പൂരപ്രേമികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഞെട്ടലോട് കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ മുന്നൊരുക്കങ്ങളിൽ ഇങ്ങനെ ഒരു വലിയൊരു ഭീകരമായ മരണം നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അങ്ങേയറ്റം ദുഃഖകരമായൊരു കാര്യമാണ്.